ഏതു തെരഞ്ഞെടുപ്പ് വന്നാലും കോൺഗ്രസ് ഇരട്ട വോട്ട് ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്നത് സർവ്വസാധാരണമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഇപ്പോൾ BJPയും ആ വഴി തെരഞ്ഞെടുക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ജനസംഖ്യയിൽ 33% തമിഴ് വംശജരാണ്. ഇവിടെ ജനിച്ചു വളർന്ന തമിഴ് വംശജർ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നത് സർവ്വസാധാരണമാണെന്നും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് വ്യക്തമാക്കി. ഏതു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഇരട്ടയോട്ട് എന്ന വാദം ഉന്നയിച്ച് കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വരുന്നത് സർവ്വസാധാരണമാണ്. BJPയും അത്രയൊരു വാദത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ഏതാണ്ട് 33% വരുന്ന തമിഴ് വംശജരായിട്ടുള്ള ജനവിഭാഗങ്ങൾ പതിറ്റാണ്ടുകൾ ഇവിടെ ജീവിക്കുകയും ഇവിടെ തന്നെ ജനിച്ചു വളരുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായി അവർ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെ വോട്ടർ പട്ടിക ചേർക്കുന്ന സന്ദർഭത്തിൽ ബൂത്ത് ലെവൽ ഏജന്റന്മാർ എന്ന രൂപത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ BLOമാർ കൃത്യമായി ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അത്തരമൊരു നിലപാടുള്ളപ്പോൾ പിന്നെ അത് ആരുടെയാണ് വോട്ട് ചേർക്കുന്നതിൽ അവർ ആർക്ക് വോട്ട് ചേർക്കുന്നത് ആരാണ് വോട്ട് ചെയ്യുന്നതെന്ന് സംബന്ധിച്ചൊന്നും നിർവചിക്കപ്പെടാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. പിന്നെ അത് ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ടെങ്കിൽ CPMനെതിരായിട്ട് ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നതിന് അപ്പുറമായി ഇരട്ടി വോട്ടറുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. അത്തരം അടിസ്ഥാനപരമായ വാദങ്ങളുടെ പിന്നാലെ പോകുന്നതിന് വേണ്ടി CPM ആഗ്രഹിക്കുന്നുമില്ല. അവിടെ അത്തരം പ്രചാരപേരയ്ക്കൊന്നും യാതൊരു പ്രസക്തിയില്ല.